2025 ഓഗസ്റ്റ് മാസം 28-ന് അമേരിക്കൻ പൗരനായ മാർക്ക് റോജേഴ്സിനെയും മകൻ ഡൺകൻ കാസ്റ്റ്ലോയെയും ബ്രസീലിലെ ഒരു തീരദേശ നഗരത്തിലാണ് അവസാനമായി കണ്ടത്. അതിനുശേഷം അവർ ഒരു തുമ്പം അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷരായി. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അവരെ അന്വേഷിച്ച് തിരയാൻ തുടങ്ങി. നീണ്ട 5 ദിവസം ഭയവും അനിശ്ചിതത്വവും വളർന്നു വന്നു. സെപ്റ്റംബർ മാസം 2-ാം തീയതി ഈ ഒരു കേസിൽ അപ്രത്യക്ഷിത വഴിത്തിരിവുണ്ടായി. മാർക്കിനും ഡൺകനും എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുൻപ് അവരെങ്ങനെയാണ് ബ്രസീലിൽ എത്തിയത് ഇതറിയേണ്ടതുണ്ട്. മാർക്ക് അലക്സാണ്ടർ കമ്മിൻസ് റോജേഴ്സിന് 48 അല്ലെങ്കിൽ 47 വയസ്സ് പ്രായമുണ്ടാകും. ചില സോഴ്സസിൽ 48 എന്നും ചിലതിൽ 47 എന്നും പറയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൃത്യമായ പ്രായം വ്യക്തമല്ല. കാലിഫോർണിയയിൽ ജനിച്ച ഒരു അമേരിക്കൻ പൗരനായിരുന്നു അദ്ദേഹം. ആദ്യ വിവാഹത്തിൽ ഭാര്യ മരിച്ചുപോയി. റിപ്പോർട്ടുകൾ പ്രകാരം ബ്രസീലിലുള്ള സന്ദർശന സമയത്ത് മാർക്കിന് ആ ഒരു രാജ്യം അത്രയേറെ ഇഷ്ടപ്പെട്ടു. അവിടെ തന്നെ സ്ഥിരതാമസമാക്കാനും അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ബ്രസീലിന്റെ തെക്കൻ തീരത്ത് താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. 6 വർഷങ്ങൾക്ക് മുൻപ് കാംബോറിയയിലെ പ്രശസ്തമായ തീരദേശ പട്ടണമായ ബെൽനാരിയോയിൽ നിന്നും ഏതാനും മൈൽ അകലെയുള്ള ബ്രാവ എന്ന ഉയർന്ന ഒരു ബീച്ച് ഏരിയയുണ്ട്. അവിടെ അദ്ദേഹം താമസമാക്കി. വെളുത്ത മണൽ നിറഞ്ഞ ബീച്ചുകളും തിരമാലകൾക്കും ഇടയിൽ താമസിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അതിശയിപ്പിക്കുന്ന ഒരു പ്രകൃതി സൗന്ദര്യത്തിന് ബ്രാവ പേര് കേട്ടിരുന്നു. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടം. അവിടെയുള്ള ജീവിതത്തിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനായിരുന്നു. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റായി ജോലിയും ചെയ്തു. ആ പ്രദേശത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ടൂറിസം വളരെ പ്രധാനപ്പെട്ട പങ്ക് തന്നെ വഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള ജോലി അദ്ദേഹത്തിന് വളരെ സുഗമമായിരുന്നു. സുഹൃത്തുക്കളുടെ അഭിപ്രായത്തിൽ ആരുമായും ബന്ധപ്പെടാനുള്ള സ്വാഭാവിക കഴിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അവിടെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കും. അയൽക്കാരുമായി നന്നായി സംസാരിക്കും. ബ്രസീലിൽ തനിക്കായി പ്രത്യേക ഒരു സ്ഥാനം, പേരൊക്കെ അദ്ദേഹം നേടിയെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും മകൻ ഡൺകൻ ഉണ്ടാകും. 13 വയസ്സുള്ള ബുദ്ധിമാനും നല്ലൊരു പെരുമാറ്റവുമുള്ള കുട്ടി. ഡൺകൻ ജനിച്ചത് അമേരിക്കയിലല്ല, നിക്കരാഗോയിലാണ്. മാർക്ക് നിക്കരാഗോയിൽ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ആ ഒരു ബന്ധത്തിന്റെ ഫലമായാണ് ഡൺകൻ ജനിച്ചത്. ഇങ്ങനെയാണ് ചില സോഴ്സസ് പറയുന്നത്. ആ സ്ത്രീ അമേരിക്കയിലാണ് താമസിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് ബ്രസീലിലായിരുന്നപ്പോൾ മകന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും മാർക്കായിരുന്നു വഹിച്ചിരുന്നത്. അവരുമായി അടുപ്പമുള്ളവർ പറയുന്നത് അച്ഛനും മകനും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അവർ പലപ്പോഴും ഒരുമിച്ച് പുറത്തുപോയി ആസ്വദിക്കും. ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റിക്കാണും. നല്ലൊരു പിതാവായിരുന്നു മാർക്ക് എന്നും പറയുന്നു. ഡൺകനെ സ്പോർട്സ് പരിശീലിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് സ്കേറ്റ് ബോർഡിംഗ് അവർ രണ്ടുപേരും ചേർന്ന് ചെയ്യുമായിരുന്നു. ബീച്ചിലോ പാർക്കിലോ ഒക്കെ ഇരുന്ന് രണ്ടുപേരും പുഞ്ചിരിക്കുന്നതും സൂര്യപ്രകാശം ആസ്വദിക്കുന്നതും ഇങ്ങനെയുള്ള പല ഫോട്ടോസ് സോഷ്യൽ മീഡിയയിലുമുണ്ട്. ഇങ്ങനെ ആ ഒരു ഏരിയയിൽ അദ്ദേഹത്തിന് വളരെ വിശാലമായ ഒരു സൗഹൃദ വലയം തന്നെ ഉണ്ടായിരുന്നു. ഡൺകനും അങ്ങനെ തന്നെയാണ്. സാധാരണ ഒരു കുട്ടി, സ്കൂളിൽ പോകും, സുഹൃത്തുക്കളും ഒരുപാടുണ്ട്. ബ്രസീലിലെ ജീവിതവുമായി നന്നായി അവൻ പൊരുത്തപ്പെട്ടു. ഗുരുതരമായ പ്രശ്നങ്ങളോ കുടുംബ സംഘർഷങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. വളരെ നോർമലായ നല്ലൊരു കുടുംബം. 2025 ഓഗസ്റ്റ് മാസം 28 വരെ. എന്നാൽ അതിനുശേഷമായിരുന്നു സംഭവങ്ങളെല്ലാം നടന്നത്. ഇവിടെ മാർക്കിനെ കുറിച്ച് ചില സുഹൃത്തുക്കൾക്ക് പറയാൻ ഒരു വിചിത്രമായ കാര്യം കൂടെ ഉണ്ട്. ഒരു അടുത്ത പരിചയക്കാരൻ പറഞ്ഞത് മാർക്കിന് UFOകളെ വളരെ ഇഷ്ടമായിരുന്നു എന്നാണ്. ഈ വിഷയത്തിൽ അദ്ദേഹം അമിതമായി ആകർഷിക്കപ്പെട്ടു. ഇത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രകടമായി എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമല്ലെങ്കിലും അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള ഓൺലൈൻ ഫോറത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ശേഖരിക്കുക, അല്ലെങ്കിൽ ഡോക്യുമെന്ററി കാണുക, ഇതൊക്കെ അദ്ദേഹം ആസ്വദിച്ചു കാണും. അച്ഛനും മകനും കാണാതായതിനും ഇവരുടെ ഈ അമിതമായ ഈ ഭ്രമത്തിനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയില്ല. എങ്കിലും ഈ ഒരു വിവരം ഈ ഒരു കേസിൽ ഒരു നിഗൂഢത കൊണ്ടുവന്നു. ഓഗസ്റ്റ് മാസം 28-ാം തീയതി ഒരു സാധാരണ വ്യാഴാഴ്ചയായിരുന്നു അത്. വിനോദസഞ്ചാരികൾ നിറഞ്ഞ ബീച്ചും തിരക്കേറിയ റെസ്റ്റോറന്റുകളും ബ്രസീലിൽ ശൈത്യകാലത്ത് പോലും വേനൽക്കാലത്തിന് സമാനമായ അന്തരീക്ഷവും ഒരിക്കലും ഉറങ്ങാത്ത ഒരു നഗരം. നഗരമധ്യത്തിൽ ഏറ്റവും തിരക്കേറിയ റോഡുകളിൽ ഒന്നായ 3500 സ്ട്രീറ്റിലാണ് മാർക്കിനെയും ഡൺകനെയും അവസാനമായി കണ്ടത്. ആധുനിക കെട്ടിടങ്ങളും ആഡംബര കടകളും കഫേകളും നിറഞ്ഞൊരു പ്രദേശം. ആരും ശ്രദ്ധിക്കപ്പെടാതെ അപ്രത്യക്ഷരാകാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നില്ല അത്. ഇതാണ് സംഭവത്തെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കിയത്. മാർക്കിന്റെ ഒരു സുഹൃത്ത് ഒരു പ്രാദേശിക വാർത്താ ഏജൻസിയോട് സംസാരിച്ചതനുസരിച്ച് അച്ഛനും മകനും ആ ദിവസത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. ഒരു കഫേയിൽ പോവുക, ഭക്ഷണം കഴിക്കുക, അടുത്തുള്ള ഷോപ്പിംഗ് മോൾ സന്ദർശിക്കുക, ഇങ്ങനെ കുറെ പദ്ധതികളായിട്ടായിരുന്നു ആ വീട് വിട്ടിറങ്ങിയത്. അതൊരു പതിവ് വിനോദയാത്രയായിരിക്കാം. പക്ഷെ ഇതിനിടയിൽ എന്തോ കുഴപ്പം സംഭവിച്ചു. 3500 സ്ട്രീറ്റിൽ കണ്ടതിന് ശേഷം മാർക്കിനെയും ഡൺകനെയും ആരും കണ്ടിട്ടില്ല. അപ്രത്യക്ഷരായി. സന്ദേശമോ കോളുകളോ ഒന്നും തന്നെ ഇല്ല. അവരുടെ ഫോണും ഓഫായിരുന്നു. സുഹൃത്തുക്കൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷെ പ്രതികരണം ഒന്നും ലഭിച്ചില്ല. ഓഗസ്റ്റ് മാസം 30 സുഹൃത്തുക്കൾ അച്ഛനും മകനും താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിൽ പോയി. ഏറ്റവും ആശങ്കാജനകമായ ഒരു രംഗമായിരുന്നു അവിടെ കണ്ടത്. വസ്ത്രങ്ങളും പെട്ടികളും എല്ലാം ചുറ്റും ചിതറിക്കിടക്കുകയായിരുന്നു. ഒരു ഫാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളർത്തു പൂച്ച
ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കിടക്കുകയായിരുന്നു. എല്ലാം വളരെ വിചിത്രമായിരുന്നു. ഇത് കണ്ടപ്പോൾ എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ടെന്ന് എല്ലാവരും കരുതി. സുരക്ഷാ ക്യാമറകൾ ഒരുപാടുള്ള ഒരു നഗരമാണ്. ഇത്രയും കർശനമായി നിരീക്ഷിക്കപ്പെടുന്ന സ്ഥലത്ത് ഒരു തുമ്പും കൂടാതെ രണ്ടാളുകളും അപ്രത്യക്ഷരാവുക, ഇത് സങ്കല്പിക്കാൻ പ്രയാസമാണ്. എന്നാൽ ആ നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. മാർക്കും ഡങ്കനും ആവിയായി പോയതായി തോന്നി. ഏത് ക്യാമറ പരിശോധിച്ചിട്ടും അവരെ കുറിച്ചുള്ള ഒരു വിവരം പോലും ഇല്ല. 3500 സ്ട്രീറ്റിൽ അവരെ അവസാനമായി കണ്ട സമയത്തും തുടർന്നുണ്ടായ നിശബ്ദതയ്ക്കും ഇടയിൽ എന്താണ് സംഭവിച്ചത്? അവർ മാളിലെത്തിയോ? ആസൂത്രണം ചെയ്തതുപോലെ കഫേയിൽ ഭക്ഷണം കഴിച്ചോ? അല്ലെങ്കിൽ വഴിയിൽ വെച്ച് അവർ മറ്റെവിടേക്കെങ്കിലും പോയോ? മാളിൽ അവരെ കണ്ടതായി ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരവിടെ ഒരിക്കലും എത്തിയിട്ടില്ല എന്ന സാധ്യതയാണ് ഉയർത്തിക്കാട്ടുന്നത്. ഈ 3500 സ്ട്രീറ്റ് എന്നത് തിരക്കേറിയ പ്രദേശമാണ്. നിരന്തരം ഗതാഗതവും ആളുകൾ വരുന്നതും പോകുന്നതുമായ പ്രദേശം. ആരെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ടും ഇതുവരെയും ഒരു സാക്ഷി പോലും കൃത്യമായ വിവരമായി മുന്നോട്ട് വന്നിട്ടില്ല. ഈ കാര്യങ്ങളെല്ലാം കേസിനെ കൂടുതൽ കൗതുകകരവും ഈ കേസിനെ പിന്തുടരുന്നവരെ വളരെ നിരാശരാക്കുകയും ചെയ്തത്. കാര്യങ്ങൾ കൂടുതൽ ഗൗരവമാക്കിയത് ആ പ്രദേശത്തെ കാലാവസ്ഥയായിരുന്നു. കാണാതായതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ നഗരത്തിന്റെ ചില ഭാഗങ്ങളിൽ കനത്ത മഴ, വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഇതൊരു പക്ഷെ തുടക്കത്തിലുള്ള തിരച്ചിൽ ശ്രമങ്ങളെ പോലും സങ്കീർണമാക്കിയിട്ടുണ്ടാകാം. എങ്കിൽ പോലും അവർ കാണാതായതിനും കാലാവസ്ഥയ്ക്കും ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും ഇല്ല. എങ്കിൽ പോലും ഈ കാലാവസ്ഥ ഈ കേസിൽ നാടകീയമായ ഒരു പാളി കൊണ്ടുവന്നു. ഒരു പക്ഷേ മാർക്കും ഡങ്കണും ഈ അപ്രതീക്ഷിതമായ കാലാവസ്ഥ കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവത്തിൽ കുടുങ്ങിയതായിരിക്കുമോ? അല്ലെങ്കിൽ അവരുടെ ഈ തിരോധാനം തികച്ചും വ്യത്യസ്തമായ എന്തെങ്കിലും കാരണത്താൽ സംഭവിച്ചതാണോ? ഇങ്ങനെ അന്വേഷണം മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു തെളിവ് ലഭിച്ചു. 2025 ഓഗസ്റ്റ് മാസം 29 വെള്ളിയാഴ്ച രാവിലെ മാർക്കിനെയും ഡങ്കനെയും അവസാനമായി കണ്ടതിന് 24 മണിക്കൂറിനുള്ളിൽ പോലീസിന് തെളിവ് ലഭിച്ചു. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച് അച്ഛന്റെയും മകന്റെയും മൊബൈൽ ഫോൺ കണ്ടെത്തി. അവരുടെ ചലനങ്ങളെ ട്രാക്ക് ചെയ്യാൻ നിർണായകമായ ഒരു തെളിവായിരുന്നു അത്. പക്ഷെ ആ സ്ഥലം അത് അവരുടെ ദിനചര്യയുമായി ഒട്ടും ബന്ധമില്ലാത്തൊരു സ്ഥലമായിരുന്നു. മാത്രമല്ല ഏറ്റവും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നായിരുന്നു ഇത്. ഫോണുകൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? മനഃപൂർവ്വം അവരവിടെ ഉപേക്ഷിച്ചതാണോ? അതോ മറ്റാരെങ്കിലും അവിടെ കൊണ്ടുവന്നിട്ടതാണോ? ഓഫ് ചെയ്ത 2 ഐഫോണുകൾക്കും കേടുപാടുകളൊന്നും തന്നെ ഇല്ല. പക്ഷെ ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. അവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്തിരുന്ന ഒരു തൊഴിലാളിയായിരുന്നു ഇത് കണ്ടെത്തി പോലീസിനെ അറിയിച്ചത്. പ്രാദേശിക മാധ്യമങ്ങളോട് സംസാരിച്ച ഇവരുടെ ഒരു സുഹൃത്തിനെയായിരുന്നു ഈ വസ്തുക്കൾ ഐഡന്റിഫൈ ചെയ്യാൻ വിളിച്ചത്. അത് കണ്ടപ്പോൾ മാർക്കിന്റെയും ഡങ്കന്റെയും ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതുവരെയും സുഹൃത്തുക്കളും പരിചയക്കാരും മാർക്ക്, ഡങ്കൻ ഇവർ വ്യക്തിപരമായ കാര്യങ്ങളാൽ മാറി നിൽക്കുന്നതായിരിക്കാം എന്നാണ് കരുതിയത്. എന്നാൽ അവരുടെ ഫോണുകൾ അസാധാരണമായ ഒരു സ്ഥലത്ത് നിന്ന് ലഭിച്ചപ്പോൾ വളരെ ഗുരുതരമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായേക്കാം എന്ന് പോലും അവർ ഭയപ്പെട്ടു തുടങ്ങി. അവരുടെ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ അവർ നിർബന്ധിതരായതാണോ? അതോ മറ്റാരെങ്കിലും എടുത്ത് ഈ സ്ഥലത്ത് ഉപേക്ഷിച്ചതാണോ? 2025 സെൽഫോൺ എന്നത് വെറും ഒരു ആശയവിനിമയം എന്നതിനേക്കാൾ കൂടുതലാണ്. അത് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഘടകമാണ്. സന്ദേശം, ഫോട്ടോസ്, സ്ഥലം, ചരിത്രം, കോണ്ടാക്റ്റുകൾ, മാർക്കിന്റെയും ഡങ്കന്റെയും അവസാന നിമിഷങ്ങൾ, ഇവയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന എല്ലാം ആ ഫോണിലുണ്ട്. ഫോൺ കണ്ടിട്ട് തീർച്ചയായും ഫോണിനുള്ളിൽ എന്താണെന്ന് പോലീസിനെ കൊണ്ട് ആക്സസ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അത് പരിശോധിച്ചപ്പോൾ പോലീസിന് അതിൽ നിന്നും സംശയാസ്പദമായ കോൾസോ മെസ്സേജസോ എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചോ? അതോ ഒന്നും അവശേഷിപ്പിക്കാതെ ആരെങ്കിലും അത് തുടച്ചു മാറ്റിയിട്ടുണ്ടോ? ഇതിനൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉത്തരം തന്നില്ല. ഇത് ഓഗസ്റ്റ് മാസം 28 രാത്രി എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. മാർക്കിനെയും ഡങ്കനെയും കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പോലീസിനെ കോൺടാക്ട് ചെയ്യാനായി ഒരു കോൺടാക്ട് നമ്പറും പബ്ലിക്കിന് കൊടുത്തു. പോലീസും ഈ ഒരു കേസ് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ മാധ്യമങ്ങളുമായും പൊതുജനങ്ങളുമായും പങ്കുവച്ചുള്ളൂ. ഈ ഒരു തീരുമാനം സുഹൃത്തുക്കളെയും അയൽക്കാരെയും കാഴ്ചക്കാരെയും എല്ലാം നിരാശരാക്കി. അവരെ ഉത്തരങ്ങൾക്കായി തിരയാൻ പ്രേരിപ്പിച്ചു. ഈ അന്വേഷണത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു മാർക്കിന്റെയും ഡങ്കിന്റെയും കുടുംബാംഗങ്ങളൊന്നും ബ്രസീലിൽ ഇല്ലായിരുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ മാർക്കിന് ഭാര്യയില്ല, ഡങ്കനാണെങ്കിൽ അവിടെ ബന്ധുക്കളും ഇല്ല. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയായിരുന്നു. പോലീസിന് എങ്ങനെ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ സാധിക്കും? സാധാരണ തിരോധാന കേസുകളിൽ അടുത്ത കുടുംബ അംഗമാണ് പരാതി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യാൻ സ്റ്റേഷനിലേക്ക് വരുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഡങ്കന്റെ ഏറ്റവും അടുത്ത വ്യക്തി അമേരിക്കയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു. സോഴ്സുകൾ പ്രകാരം അവർ റിപ്പോർട്ട് ഓൺലൈൻ വഴി ഫയൽ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ബ്രസീൽ നിയമപ്രകാരം പരാതി ഔപചാരികമാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കക്ഷിയുടെ ശാരീരിക സാന്നിധ്യം ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺലൈനായി ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുക സാധ്യമല്ലായിരുന്നു. പിന്നീട് ആ ബ്രാവയിലെ താമസക്കാരെല്ലാം ഒരുമിച്ചുകൂടി സോഷ്യൽ മീഡിയയിലൂടെ വിവരങ്ങൾ പങ്കിട്ടു, പോലീസുമായി സഹകരിച്ചു. എന്നിട്ട്
പോലും യാതൊരു വിവരവും ലഭിച്ചില്ല. ഒരു ബന്ധുവിന്റെ അഭാവം ഈ പ്രോസസ്സിനെ എല്ലാം വളരെ സങ്കീർണമാക്കി. ഇതിനിടെ പോലീസ് പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കാണാതായി 3 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് മാസം 31-ാം തീയതി ഒരു പുതിയ സൂചന ലഭിച്ചു. കാംബോറിയോയിലെ ബൽനാരിയോയിൽ പോലീസ് മാർക്കിന്റെ കാർ കണ്ടെത്തി. ഈ കണ്ടെത്തൽ പ്രതീക്ഷയുടെയും സംശയത്തിന്റെയും ഒരു മിശ്രിതമായാണ് വന്നത്. നിർണായക തെളിവുകൾ, വിരലടയാളം, വ്യക്തിപരമായ വസ്തുക്കൾ അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിന്റെ ലക്ഷണം എന്നിവയെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ആ കാർ കേസിന്റെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ ഒരിക്കൽ കൂടി അധികാരികൾ ഈ വിശദാംശങ്ങളെല്ലാം രഹസ്യമായി സൂക്ഷിക്കാൻ തീരുമാനിച്ചു. കാർ എവിടെയാണ് കണ്ടെത്തിയത്? അത് ലോക്ക് ചെയ്തിരുന്നോ? കേടുപാടുകൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ മാർക്കിനും ഡങ്കനും എന്ത് സംഭവിച്ചു? ഇതിനെക്കുറിച്ച് വെളിച്ചം വീശുന്ന എന്തെങ്കിലും അതിൽ ഉണ്ടായിരുന്നോ എന്നത് കൃത്യമായി ഞങ്ങൾക്ക് അറിയില്ല. എന്നിരുന്നാലും വാഹനത്തിലുള്ള തിരച്ചിലുകൾ പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് പറഞ്ഞത്. കാർ കേടുകൂടാതിരിക്കുകയാണെങ്കിൽ മാർക്ക് അത് സ്വമേധയാ ഉപേക്ഷിച്ചതാണ് എന്ന് ചിന്തിക്കാം. എന്നാൽ നിർബന്ധിത പ്രവേശനത്തിന്റെയോ കേടുപാടുകളുടെയോ ലക്ഷണമുണ്ടെങ്കിൽ അത് കൂടുതൽ ദുഷ്ടമായ ഒന്നിലേക്കായിരിക്കും വിരൽ ചൂണ്ടുക. ഇങ്ങനെ മാർക്കിന്റെയും ഡങ്കന്റെയും കേസ് സിദ്ധാന്തങ്ങളുടെയും ഊഹാപോഹങ്ങൾക്കും തുടക്കമിട്ടു. ഏറ്റവും കൗതുകമായ ഒന്ന് മാർക്കിന്റെ UFOകളോടുള്ള അഭിനിവേശത്തെ കുറിച്ച് പരാമർശിക്കുന്ന റിപ്പോർട്ടായിരുന്നു. ചിലർക്ക് ഈ തിരോധാനവുമായി ബന്ധമില്ലാത്ത ഒരു വിചിത്ര വിഷയമായിരുന്നു അത്. എന്നാൽ മറ്റുള്ളവർക്ക് ഇത് ഗൂഢാലോചന, സിദ്ധാന്തങ്ങൾക്ക് ഇന്ധനമാകുന്ന ഒരു സൂചനയായിരുന്നു. മറ്റൊരു സാധ്യത, ആരെങ്കിലും അവരെ തട്ടിക്കൊണ്ടുപോയതായിരിക്കുമോ? അവരെ ട്രാക്ക് ചെയ്യാതിരിക്കാൻ ഫോണുകൾ അവിടെ ഉപേക്ഷിച്ചതായിരിക്കുമോ? എല്ലാ കോണിലൂടെ അന്വേഷിച്ചിട്ടും പോലീസിന് യാതൊരു വിവരവും ലഭിച്ചില്ല. ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളെല്ലാം പ്രചരിക്കാൻ തുടങ്ങി. ഈ സംഭവം പ്രാദേശിക വാർത്താ ഔട്ട്ലെറ്റുകളെല്ലാം ശ്രദ്ധ നേടി. ആ പ്രദേശവാസികളുടെ പരിശ്രമം കാണുമ്പോൾ അവർ മാർക്കിനെയും ഡങ്കനെയും എത്രമാത്രം സ്നേഹിച്ചിരുന്നു, മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇങ്ങനെ 5 ദിവസത്തെ വേദന, അനിശ്ചിതത്വം, അക്ഷീണം, തിരച്ചിൽ എന്നിവയ്ക്ക് ശേഷം മാർക്ക് അലക്സാണ്ടറിന്റെയും മകൻ ഡങ്കന്റെയും തിരോധാനത്തിന്റെ നിഗൂഢത അവസാനിച്ചു. 2025 സെപ്റ്റംബർ മാസം 2 ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 അഗ്നിശമന സേന അച്ഛനെയും മകനെയും ഒരു വനപ്രദേശത്ത് വെച്ച് ജീവനോടെ കണ്ടെത്തി. കേസ് പിന്തുടർന്ന എല്ലാവർക്കും ഇതൊരു ആശ്വാസം നൽകി. എന്നാൽ ഇതിന് പിന്നിലെ കഥ തിരോധാനം പോലെ തന്നെ അതിശയിപ്പിക്കുന്നതായിരുന്നു. അഗ്നിശമന സേനയുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ ജീപ്പ് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലത്തിനടുത്തുള്ള കാട്ടിൽ അവർ സ്വമേധയായി തമ്പടിച്ചിരുന്നു. പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള തിരച്ചിൽ സംഘം അവരെ കണ്ടെത്താൻ സ്നിഫർ ഡോഗുകൾ, ഡ്രോണുകൾ, ഹൈക്കിംഗ് ട്രെയിലുകൾ എല്ലാം ഉപയോഗിച്ചിരുന്നു. കണ്ടെത്തിയപ്പോൾ ഇരുവരും നല്ല ആരോഗ്യവാന്മാരായിരുന്നു. വെള്ളം, ഭക്ഷണം എല്ലാം അവർക്കുണ്ടായിരുന്നു. അവസാനം രണ്ടുപേരുടെയും സുഖമായിരിക്കുന്ന ചിത്രങ്ങളെല്ലാം പുറത്തുവിട്ടു. പക്ഷെ അവർ രണ്ടുപേരും കാറ്റിൽ തമ്പടിച്ചത് എന്തിനു വേണ്ടിയായിരിക്കും? ഇവിടെ കഥ അപ്രതീക്ഷിതമായ വഴിത്തിരിവിലേക്കാണ് നീങ്ങിയത്. റിപ്പോർട്ടുകൾ പ്രകാരം മാർക്ക് തന്റെ മകനുമൊത്തുള്ള ഒരു റിയാലിറ്റി ഷോ അനുഭവം അനുകരിക്കാൻ പദ്ധതിയിട്ടിരുന്നു. നേക്കഡ് ആൻഡ് എഫ്രൈഡ് എന്ന ഷോയ്ക്ക് സമാനമായി, എന്നാൽ വസ്ത്രങ്ങൾ ധരിച്ച് കാട്ടിലെ അതിജീവന വെല്ലുവിളി നേരിടാനായിരുന്നു അവർ ശ്രമിച്ചത്. രക്ഷാപ്രവർത്തനത്തിന് ശേഷം 5 ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനായി അവരോട് ചോദിച്ചു. ഒരു റിയാലിറ്റി ഷോ ആസൂത്രണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു ആ സമയം മാർക്ക് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും നിയമവിരുദ്ധ വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ചോ സംശയങ്ങൾ ഉണർത്തി. എന്നിരുന്നാലും ശരിയായ പരിശോധനയിലൂടെ മാത്രമേ സ്ഥിരീകരിക്കാനും കഴിയുകയുള്ളൂ. ഇതുവരെയും മാർക്കിൽ നിന്നും ഡങ്കനിൽ നിന്നും ശരിയായൊരു ഉത്തരം ലഭിച്ചിട്ടില്ല. അവർ സുരക്ഷിതരാണ്. അവരുടെ തിരോധാനത്തിന്റെ നിഗൂഢത ഒടുവിൽ അവസാനിച്ചു. പക്ഷെ അതിന് പിന്നിലെ കഥ തീർച്ചയായും അപ്രതീക്ഷിതമായിരിക്കുന്നു. എന്തിനാണ് അവർ കാട്ടിലേക്ക് പോയത്? അവരുടെ ഫോൺ മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചതിന് കാരണം എന്ത്? 5 ദിവസം അവർ ആ കാട്ടിൽ എന്ത് ചെയ്യുകയായിരുന്നു? അങ്ങനെ അവർ ആ സ്ഥലത്ത് എത്തിയെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സുരക്ഷാ ക്യാമറയിൽ അവർ പതിയേണ്ടതായിരുന്നു. പക്ഷേ എത്രയേറെ അന്വേഷണത്തിനിടയിൽ പോലും ഒരു സുരക്ഷാ ക്യാമറയിൽ പോലും അവരുടെ രണ്ടുപേരുടെയും മുഖം പതിഞ്ഞിട്ടില്ല. അതെങ്ങനെയാണ് സാധിച്ചത്? ഇനി മാർക്ക് വിശ്വസിക്കുന്നത് പോലെ അന്യഗ്രഹ ജീവികൾക്കും ഇതിനും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്നതിന് മുൻപായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും കമന്റുമായിരിക്കും ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.